പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണപ്പാളികൾ മാറ്റിയെ ശാസ്താവിന്ദനമൂർത്തിയെ സ്വർണം കട്ടവരാണപ്പ സഖാക്കളാണ് അയ്യപ്പ. വളരെ മനോഹരമായ ഒരു പാരഡി സോങ്. ആ പാരഡി സോങ്ങിനെ എതിർക്കുകയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അതായത് ഇതിനെയാണ് വിവരമില്ലായ്മ എന്ന് പറയുന്നത്. ആ പാട്ട് ആ രീതിക്ക് പോകേണ്ടിരുന്ന പാട്ടിനെ എതിർത്തു. അതായത് അവർക്ക് ആ സ്വർണം കട്ടതിനെ പറ്റി അവർക്ക് കൊണ്ടു. സത്യം പറഞ്ഞപ്പോൾ അവർക്കത് കൊള്ളുകയും അതിനെതിരെ അവർ എതിർക്കുകയും ചെയ്തു. കോടതിയിൽ പോവുകയും എതിർക്കുകയും ചെയ്തു. അപ്പോൾ എതിർത്ത് കഴിഞ്ഞപ്പോൾ കേൾക്കാത്തവർ വരെ, അതായത് എതിർത്തു എന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ കേൾക്കാത്തവർ വരെ എന്താ സംഭവമെന്നും ആ പാട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ അത് സെർച്ച് ചെയ്യുകയും ഇപ്പോൾ ആ പാട്ടിന്റെ ഫുൾ ലെങ്ത്, നമ്മൾ ഈ പോറ്റിയെ കയറ്റിയെ സ്വർണം കട്ടവരാരപ്പ എന്ന് മാത്രമേ കേട്ടുള്ളൂവെങ്കിലും ശബരിമലയിൽ കയറ്റിയതിനെ കുറിച്ചിട്ടും ഒരു ലൈനുണ്ട്. അതൊന്നും ഇപ്പോൾ മുഴുവൻ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ പുറത്തിറങ്ങി തുടങ്ങി. സത്യം പറഞ്ഞാൽ വേണ്ടാത്ത കാര്യം ചെയ്ത് അവരവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ആ പാട്ടിന്റെ രീതിയിൽ പോയി 2-3 ദിവസം കഴിഞ്ഞ ആൾക്കാർ ആ പാട്ട് മറന്നേനെ. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചത്? അത് ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. ഇതിന് വിവരമില്ലായ്മ എന്നല്ലാതെ എന്താണ് പറയുക സഖാക്കളെ? മുൻ CM ആയിരുന്ന കെ കരുണാകരൻ, ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്ന, എല്ലാ മാസം 1-ാം തീയതി പോവുകയായിരുന്ന കെ കരുണാകരനെ രണ്ടാൾക്കാർ കൂടി കളിയാക്കി പാടി. രണ്ടാൾക്കാരെന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ വിട്ടുപോയ കലാഭവൻ മണിയും മ്യൂസിക് ചെയ്ത നാദൃശ്യം കൂടി കളിയാക്കി പാടി. ഇപ്പോൾ ആർക്കുമില്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ വീണ്ടും അതേ പാട്ടിനെ വേറൊരു രീതിയിൽ ട്യൂണിൽ പാടി കഴിഞ്ഞപ്പോൾ എന്തിനാണ് സഖാക്കൾക്ക് ഇത്ര ദുഃഖമെന്ന് മനസ്സിലാവുന്നില്ല. കഷ്ടം.